എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എസ്തെറ്റിക് ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ വിഷു വന്നെത്തി. പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഉത്സവമാണ് വിഷു എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വിഷു ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. നമ്മളും ഇന്ന് എസ്തെറ്റിക് ലൈഫിലൂടെ വിഷു ആഘോഷിക്കുകയാണ്. നമ്മുടെ സ്വന്തം സന്ധ്യ വിക്രം ചേച്ചിയുടെ കൂടെയാണ് ഇന്നുള്ളത്. അപ്പോൾ എപ്പോഴും എല്ലാവരും എന്താ പറയാ, വിഷു ആവുമ്പോഴായിരുന്നാലും അതുപോലെ ഉള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊന്ന് നന്നായിട്ട് റെഡിയാവാനോ ഒന്ന് സുന്ദരിയാവാനോ സുന്ദരനാവാനോ ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പോ ഇന്നും സുന്ദരിയാവാനും സുന്ദരനാവാനും ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യം ഇവിടെ റെഡിയാണ് നമുക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണെന്ന് നമുക്ക് ചേച്ചിയുടെ തന്നെ ചോദിക്കാം. ചേച്ചി, വിഷു ആശംസകൾ. വിഷു ആശംസകൾ. അപ്പൊ എന്താണ് ഇന്നത്തെ വിഷു സ്പെഷ്യൽ ആയിട്ട് നമുക്ക് തരുന്നത് എന്താണ്? അതെ, വിഷു മാത്രമല്ല, നല്ല വെയിൽ കാലവും കൂടെയാണ്. അതെ, അപ്പോൾ വെയിൽ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഭവമാണ് ടാന്. അപ്പൊ ടാനിന് വേണ്ടിയിട്ട് വിഷുക്കാലത്ത് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. വിഷുക്കാലം ഒന്നും കൂടെ പറഞ്ഞ് ഞാൻ ഇതില് പറയുന്ന എന്താന്ന് പറഞ്ഞാൽ, വിഷുക്കാലത്ത് കിട്ടുന്ന കണിക്കൊന്ന അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ടാൻ റിമൂവ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പോ വിഷുവാണ്. വിഷുവിന് നമുക്ക് സുലഭമായി കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ഈ കണിക്കൊന്ന എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ടാൻ റിമൂവ് ചെയ്യാന്നാണ് ചേച്ചി പറയുന്നത് അല്ലെ. ഇത് മാത്രമല്ല, ഇതിന്റെ സ്റ്റിക്കും ഉണ്ട്. സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ഇത് സീഡ് അല്ലേ. അപ്പൊ ഈ രണ്ട് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് ടാൻ റിമൂവ് ചെയ്യാം, നമ്മുടെ സ്കിൻ അടിപൊളിയാക്കാം. അതെ, നമുക്ക് സീഡ് വെച്ചിട്ട് വേറൊരു പാക്കും നമ്മുടെ ഫ്ലവർ വെച്ചിട്ട് വേറൊരു പാക്ക്. പക്ഷെ രണ്ടിന്റെ ഉപയോഗം ഒന്ന് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ചെയ്യുന്ന മേക്കിങ്ങിന്റെ സംഭവങ്ങളെല്ലാം വ്യത്യാസമാണ്. പിന്നെന്താന്ന് പറഞ്ഞാൽ, സീഡിന്റെ കാര്യം ഞാൻ കുറച്ച് പതുക്കെ പറയാം. നമുക്ക് ആദ്യം ഫ്ലവർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഇത് വന്നിട്ട് നമുക്ക് ടാനിന് മാത്രമല്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ കണിക്കൊന്നയുടെ പൂവ്. ഇത് വലിയ പാടൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. അതെ, അത് മാത്രമല്ല വിഷുക്കാലത്തിന് അതായത് ഈ പൂ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ടാൻ റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പായിരിക്കും. അപ്പോ ഇത് കാണുന്ന എല്ലാവരും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയല്ലേ. അപ്പൊ ഈ വിഷുക്കാലം നിങ്ങൾക്ക് പ്രതീക്ഷ ഉള്ളതാണെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് നോക്കാം ചേച്ചി, എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ് എങ്ങനെയാണ്? പ്രോസസ്സിങ് വന്നിട്ട് നമുക്ക് ഫ്ലവർ വേണം. പിന്നെ നമുക്ക് ഈ സീസണിലാണ് വിഷു വരുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ഈ ഫ്ലവർ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇതിനെ നമുക്ക് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാം. ഇതിനെ ഉണക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ പാക്കൊക്കെ പിന്നീട് ഉണ്ടാക്കാം. ഓക്കെ, ഇത് സെയിം പാക്ക് തന്നെ ഡ്രൈ വെച്ചിട്ട് ഉണ്ടാക്കാം. ഇതിപ്പോ നമ്മൾ ഫ്രഷ് ആണ് എടുത്തിരിക്കുന്നത്, കാരണം ഇപ്പോഴും അവൈലബിൾ ആണല്ലോ, അതുകൊണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ഉണക്കി സൂക്ഷിക്കുക, എന്നിട്ട് ഇതുപോലത്തെ പാക്ക് നമുക്ക് ഉണ്ടാക്കാം. അതായത് നമുക്ക് ഇപ്പൊ വേണ്ടത് തൈര്. എല്ലാവർക്കും അറിയാം ടാനിന് തൈര് ഏറ്റവും നല്ല സാധനമാണെന്നുള്ളത്. നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് കടലമാവ്. പിന്നെ നല്ല സ്മൂത്ത് സ്കിന്നിന് വേണ്ടിയിട്ട് ഹണി. അപ്പോൾ ഇത്ര സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക്. ഈ രണ്ട് സാധനങ്ങൾ, അതായത് തൈരും കടലമാവും ഓരോ സ്പൂണും, ഹണിയും ഒരു സ്പൂണും, മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുക. മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ആ ഒരു പേസ്റ്റ് എങ്ങനെയാണ് നമ്മുടെ മുഖത്ത്, അതായത് ഇടാവോ? ബോഡി ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇടാൻ. ടാൻ ഏത് ഭാഗത്തുണ്ടോ അവിടെയൊക്കെ ഇടാം. പിന്നെ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസിങ് ഒരു അത്യാവശ്യ കാര്യമാണ്. നാച്ചുറലി ക്ലെൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് വെച്ചിട്ട് തന്നെ ക്ലെൻസ് ചെയ്യാം. നമ്മുടെ മുമ്പത്തെ എപ്പിസോഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ക്ലെൻസിങ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. നമ്മളിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു ബൗളിലോട്ടാക്കാം. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അതെ.
നമ്മളെല്ലാം ഓരോ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അതായത് തൈര്, ഹണി, കടലമാവ്, ഇതെല്ലാം ഓരോ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ബൗളിന്, ഈ ഒരു ബൗളിലുള്ള ഫ്ലവറിന് ഓരോ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് ക്ലെൻസിങ് ആയിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു ക്ലെൻസറാണ്. അപ്പോൾ നമുക്കിപ്പോൾ ക്ലെൻസിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ തൈരിൽ കുറച്ച് തൈര് കൂടുതൽ എടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു സ്പൂൺ ഇട്ട് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഇതൊരു പാക്കായിട്ടും ഇടാം. ഓക്കെ. അപ്പോൾ ഇത് എത്ര മിനിറ്റ് നമുക്ക് പാക്കായിട്ട് ഇട്ടേക്കണം? എന്ത് പാക്ക് ഇട്ടിരുന്നാലും 20 മിനിറ്റ്. 20 മിനിറ്റ് അബ്സോർവ് ചെയ്യാനുള്ള ഒരു സമയം. പിന്നെ നമുക്ക് ഓയിലി സ്കിൻ ആണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ സമയം എടുക്കും. ഇപ്പൊ ടാൻ മാറാനും ബ്രൈറ്റനിങ്ങിനും വിഷുവിന് നല്ലൊരു പാക്കാണ്. അപ്പൊ ഇത് 20 മിനിറ്റ് ഇട്ടതിന് ശേഷം പിന്നെ എന്താ? വൈപ്പ് ചെയ്ത് കളയാ. വൈപ്പ് ചെയ്യാം. സോപ്പോ അങ്ങനെ എന്തെങ്കിലും? സോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ പാക്ക് എന്നല്ല. ഒരു പാക്ക് ഇട്ടിരുന്നാലും സോപ്പ് യൂസ് ചെയ്യരുത്. ഫേസ് വാഷ്, സോപ്പ് ഒന്നും യൂസ് ചെയ്യരുത്. ഓക്കെ. അപ്പൊ ഇതാണ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അതിന്റെ അതായത് സീഡ് ഉണ്ടല്ലേ നമ്മുടെ കയ്യില്. അപ്പൊ ഇതിങ്ങനെ പൊളിച്ചിട്ട് അതിനകത്തുനിന്നുള്ള സീഡാണിത്. അതെ അല്ലേ? ഇത് നമുക്ക് ഈ സീഡിനെ പൊളിച്ചിട്ട് കുതിരാനിട്ടിട്ട് അത് അരച്ച് വേണമെങ്കിലും എടുക്കാം. ഇത് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ. ഇതിപ്പോ നമ്മൾ തലേ ദിവസം കുതിരാൻ വെക്കണമെന്നാണ്. തലേ ദിവസം ഇത് ഭയങ്കര കട്ടിയുള്ള കുരുവാണ്. അപ്പം തലേ ദിവസം കുതിരാൻ വെച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ടുള്ള സീഡാണിത്. ഇതിൻ്റെ കൂടെ നമുക്ക് രക്തചന്ദനം ആഡ് ചെയ്യാം. പാലല്ലെങ്കിൽ റോസ് വാട്ടർ. ഞാനിവിടെ റോസ് വാട്ടർ എടുത്തിരിക്കുന്നത്. പാലല്ലെങ്കിൽ റോസ് വാട്ടർ നമുക്കിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൂണ്ടൊക്കെ മാറാനും, കാലിലുള്ള വൂണ്ടൊക്കെ മാറാനും ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ശരിക്കും. ഇത് ആയുർവേദ ഷോപ്പുകളിലൊക്കെ നന്നായിട്ട്, അതായത് ഈ ഫേസിനും വൂണ്ടിനും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് 1-2 സീഡ് മാത്രം എടുത്ത് യൂസ് ചെയ്യണം. കാരണം ഭയങ്കര പവർഫുൾ ആണ്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ്. അതായത് ഭയങ്കര ഡീപ്പ് ക്ലെൻസിങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സീഡാണിത്. ഇത് തലേ ദിവസം വെള്ളത്തിൽ വെച്ചിട്ട് ഇത് കുതിർത്ത് ആ സീഡ് വേണം നമ്മൾ എടുക്കാൻ. ഒരു 4-5 സീഡ് മാത്രമേ എടുക്കാവൂ. ഓരോ സ്പൂൺ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും മിൽക്കിലോ അല്ലെങ്കിൽ നമ്മുടെ റോസ് വാട്ടറിലോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചതേ ഉള്ളൂ. കാരണം തലേ ദിവസം കുതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സീഡാണ് എന്ന് പറഞ്ഞത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കിട്ടിയത്, അതായത് ഒരെണ്ണത്തിൽ നിന്നാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഒറ്റ വലിയൊരു സ്റ്റിക്കിൽ നിന്നാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഒത്തിരി ഒന്നും വേണ്ട, ഒരാവശ്യമില്ല. അതെ യൂസ് ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് നന്നായിട്ട് ഈ അരച്ചെടുത്ത് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് പാച്ച് ചെയ്ത്, അതായത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട്, അതായത് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് മാത്രമേ ഇതൊരു പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാവൂ. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെടുത്തത്. കാരണം ഇതിൽ മാത്രമേ ഇത് പൊടിയത്തുള്ളൂ അല്ലേ? നന്നായിട്ട് അരച്ച് രക്തചന്ദനവും അവിടെ റോസ് വാട്ടർ എങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ മിൽക്ക്. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് വിഷുവിന് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയൊരു സമ്മാനം എന്ന് പറയുന്നത്. അതായത് ടാനാണ് ഇപ്പോൾ എല്ലാവർക്കും പ്രശ്നം, ചൂടാണ് പ്രശ്നം. അപ്പോൾ ആ ചൂട് മാറ്റാനും, അത് മാത്രമല്ല വിഷുക്കാലമാണ്, എല്ലാവരും സദ്യയൊക്കെ ഒരുക്കി അല്ലേ, പായസവും ഒക്കെ കഴിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. വിഷു ഇങ്ങനെ വരവേറ്റ് എല്ലാവരും ആ ഒരു ഉത്സവ പ്രതീതിയിലാണെന്ന് തന്നെ പറയാം. അപ്പോൾ സുന്ദരികളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ വിഷുക്കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരു സമ്പൽ സമൃദ്ധിയുള്ള വിഷുക്കാലം ഒന്നുകൂടി ആശംസിക്കുന്നു. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഈ ഫേസ് പാക്ക് പരീക്ഷിച്ച് നോക്കണം. ഇതൊക്കെ ഇട്ട് നല്ല സുന്ദരന്മാരായിട്ട് ഒരുങ്ങി വിഷുവിന് നിൽക്കുക, കണിയൊക്കെ ഒരുക്കി. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്തായാലും നമുക്ക് എപ്പോഴും നല്ല നല്ല ടിപ്സുമായിട്ടാണ് സന്ധ്യ ചേച്ചി എപ്പോഴും വരാറ്. അതോടൊപ്പം തന്നെ ഈ ഒരു നെക്ലസ് അല്ലേ, ഈ ഓർണമെന്റ്സ്, ഇതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് ചേച്ചി സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്, ഫാഷൻ ഡിസൈനിങ്ങും, അതുപോലെ റെന്റലിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിലോ പ്രോഡക്റ്റ്സ് വേണമെങ്കിലോ ഒക്കെ ഇൻസ്പയറുമായിട്ട് ബന്ധപ്പെടാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതും കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. നമസ്കാരം.